ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നിരന്തരമായ ആത്മവിചാരം കൊണ്ട് മാത്രമേ നമ്മുടെ മനസ്സിൽ നിന്നും മറ്റു ചിന്താധാരകളെല്ലാം പോയി ഭഗവത് ചിന്തകൾ മാത്രം അവശേഷിക്കുകയുള്ളൂ. അങ്ങനെ നിരന്തരമായ ഭഗവത് ചിന്തകൾ നമ്മുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരിക്കെ നമുക്ക് ഈ കാണപ്പെടുന്ന എല്ലാം ഈശ്വരമയമായിട്ട് തോന്നും. അവിടെയാണ് എഴുത്തച്ഛൻ പറഞ്ഞ യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു നാരായണ ശ്രുതി, യാതൊന്നു ജീവന എന്താണ് വാസ്തവത്തിൽ ഭഗവാന്റെ സ്വരൂപം നമ്മളിൽ പ്രതിഫലിക്കും. ഭഗവാന്റെ മൃദുസ്മേര മുഖമുൾപ്പൂവിൽ മിന്നുവാൻ ചെയ്വിൻ നിരന്തരാഭ്യാസം, അതേ ജന്മൈകലാഭമാം. ഭഗവാന്റെ മൃദുസ്മേരാം, ഭഗവാന്റെ അത്യന്തം മനോഹരമായ ആ സ്വരൂപം നമ്മുടെ ഉൾപ്പൂവിൽ, ഉൾപ്പൂവെന്നാൽ നമ്മുടെ മനസ്സിൽ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇവ നാലും ചേർന്നാണ് നമ്മുടെ അന്ധക്കരണം എന്ന് പറയുന്നത്. ആ അന്ധക്കരണത്തിനാണ് ഇവിടെ ഉൾപ്പൂവ് എന്ന് പറയുന്നത്. ആ ഉൾപ്പൂവിൽ ഭഗവാന്റെ മനോഹരമായ ആ സ്വരൂപം മിന്നണമെങ്കിൽ നിരന്തരാഭ്യാസം ചെയ്വിൻ, അതേ ജന്മൈകലാഭമാം. നിരന്തരമായ അഭ്യാസം ചെയ്യുക എന്നതാണ് ഈ ജന്മത്തിൻ്റെ ലാഭം. ഈ ജന്മം നമുക്ക് സഫലമായി തീരണമെങ്കിൽ ആ ഭഗവാന്റെ മൃദുസ്മേരം മുഖം നമ്മളിൽ പ്രതിഫലിക്കണം. അതിന് നിരന്തരമായ ഭഗവത് സ്മരണ കൂടിയേ കഴിയൂ. അതുകൊണ്ട് ഇതൊന്നും കാണാതിരിക്കുക, ഇതൊന്നും ചെയ്യാതിരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ കാണുന്നതൊക്കെ യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ എന്ന അവസ്ഥ നമുക്ക് വരും. അപ്പോൾ കേൾക്കുന്നതൊക്കെ, അതുകൊണ്ട് കാണരുത്, കേൾക്കരുത്, എവിടെയും പോകരുത്, ഒന്നും ചെയ്യരുത് എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കാണുന്നതൊക്കെ ഈശ്വരസ്വരൂപമാണ്. കാരണം നീരാവി തണുത്താണ് ജലം ഉണ്ടാകുന്നത്, ജലം തണുത്ത് ഐസുണ്ടാകുന്നു. നീരാവിയും ഐസും തമ്മിലുള്ള ബന്ധം ഒന്ന് ആലോചിച്ചു നോക്കൂ. അതുപോലെയാണ് ഈശ്വരനും ഈ പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം. ആ ഈശ്വരൻ സാന്ദ്രീകരിച്ചാണ് ഈ പ്രപഞ്ചമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. ആ ഈശ്വര സത്തയിൽ നിന്ന് അത്യന്തം ശൂന്യം എന്നാൽ എല്ലാ ശക്തിയുടെയും ഉറവിടത്തിനാണ് ശൂന്യം എന്ന് പറയുന്നത്. അവിടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്ന ഒന്നും തന്നെയില്ല. അങ്ങനെ അത്യന്തം ശൂന്യമായ ആ അവസ്ഥയിൽ നിന്ന് ആകാശവും, ആകാശത്തിൽ നിന്ന് വായുവും, വായുവിൽ നിന്ന് അഗ്നിയും, അഗ്നിയിൽ നിന്ന് ജലവും, ജലത്തിൽ നിന്ന് ഭൂമിയും ഉണ്ടാകുന്നു. ഇങ്ങനെ ഈ പരസ്പരം ആകാശം, വായു, ഭൂമി, ജലം, അഗ്നി, ഇവ അഞ്ച് ഭൂതങ്ങൾ എന്ന് പറയുന്നു ഉണ്ടായത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവ അഞ്ചും പ്രത്യേക അളവിൽ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയതാണ് ഈ പ്രപഞ്ചത്തിലെ സർവവസ്തുക്കളും. അപ്പം അതിൽ നിന്നുണ്ടായതാണ്. എന്നാൽ ഇതൊക്കെ ഇപ്രകാരം കൂട്ടിച്ചേർക്കാൻ ഏതൊരു ശക്തിയുടെ നിയന്ത്രണത്തിന് കീഴിലാണോ തന്നിൽ നിന്ന് തന്നെ പഞ്ചഭൂതങ്ങളുണ്ടായി, താൻ തന്നെ പഞ്ചഭൂതങ്ങളെ പ്രത്യേക അളവിൽ കൂട്ടിച്ചേർത്ത് ഓരോ സ്വരൂപമുണ്ടാക്കി. എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം പഞ്ചഭൂത നിർമ്മിതമാണെങ്കിലും അവ ഓരോന്നും വ്യത്യസ്തമാണ്. മനുഷ്യ ശരീരം തന്നെ ഒരേപോലെയാണെങ്കിൽ തന്നെയും അവയിലും വ്യത്യസ്തതയുണ്ട്. ഓരോ മനുഷ്യൻ്റെയും ബുദ്ധിവൈഭവം, മനസ്സിൻ്റെ ഘടന, ചിന്താധാരകൾ എല്ലാം വ്യത്യസ്തമല്ലേ?
ആ വ്യത്യാസത്തിന് എന്താണ് കാരണം? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിപ്പിക്കുന്ന ആ പരമചൈതന്യം ഉണ്ട്. അതിൻ്റെ നിയന്ത്രണത്തിലാണ് ഇതെല്ലാം തന്നെ നടക്കുന്നത് എന്ന ഭഗവാന്റെ